അതെ, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവൾ കൊണ്ടുവന്ന പൊതിച്ചോറിൽ ഓരോ സംഭവങ്ങളും ഇല്ലെങ്കിലും ലെമൺ റൈസോ പുളി റൈസോ ആണ് കൊണ്ടുവരികയാണ്. പക്ഷെ അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ പൂതിയായിട്ട് വണ്ടിക്ക് പോകണ ഏട്ടനെ പിടിച്ച് നിർത്തി 2 വാഴയില മുറിച്ച് തരാനായിട്ട് പറഞ്ഞു. വാഴയില മുറിച്ച് തന്ന ഏട്ടൻ വണ്ടിയിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് റെഡിയായ. ഒരാൾക്ക് ബായ് പറഞ്ഞിട്ട് ബായ് പറഞ്ഞില്ല, കാരണം ഇവിടെ സുനാമി പൊട്ടി നിൽക്കുകയാണ്, അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവളെ സമാധാനപ്പെടുത്തി ഒരു ചായ കുടിക്കൽ കഴിഞ്ഞ് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഈ നമ്മുടെ നെത്തിലി എടുത്ത് പുറത്ത് വെക്കുന്നത്. പുറത്ത് വെച്ചിട്ട് ഉള്ളി സവാളി വൃത്തിയാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൊന്നുകുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് വല്ല സാഹസവും കാണിക്കും. ഇന്ന് കാണിച്ചത് നമ്മുടെ മണിച്ചേട്ടൻ്റെ ചിരി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നത് ആദ്യം തന്നെ നെത്തിലി മീൻ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിനെ ഉള്ളി സവാളയൊക്കെ ഇട്ട് നമ്മൾ ആവശ്യമുള്ള മുളക് പൊടിയോ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് നമ്മൾ വറ്റൽമുളക് ചതച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തിലി മീനും ഇട്ട് വറുത്തു കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കി, അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ വറുത്തെടുത്തപ്പോഴാണ് ഈ പൊതിച്ചോറ് കഴിക്കാനുള്ളൊരു മോഹം വന്നത്. പണ്ട് പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടുമാർ കൊണ്ടുവരുന്നതൊക്കെ കൈയിട്ട് വരുത്തിരുന്നൊരു ശീലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിന്ന് തക്കാളിച്ചോറാണ് കേട്ടോ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ തക്കാളിച്ചോറും അതിൻ്റെ കൂടെ ഒരു അയില വറുത്തതും നെത്തിലി മീൻ വറുത്തതും കുറച്ച് നാരങ്ങാച്ചാറും കൂടിയിട്ട് പൊതിഞ്ഞ് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോണ്ടല്ലോ ഫ്രണ്ടിനെ ഇങ്ങനെ അറിയാതെ ഓർത്ത് പോവാണ് കേട്ടോ. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അലക്കൽ പണി കഴിഞ്ഞിട്ട് വരുന്നവരെയും ഇവിടെ ഇരിക്കുന്ന മുത്തിയമ്മയ്ക്ക് സൊയിരക്കേടാണ് കേട്ടോ. മുത്തിയമ്മ കണ്ട സാരിയൊക്കെ കൊടുത്തിട്ട് മുത്തിയമ്മ വലിയ ചെയറിലും കുട്ടി ഞാൻ ചെറിയ ചെയറിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. സത്യം പറയാമല്ലോ, ഇതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.